6 സംഖ്യകളുടെ ശരാശരി 41. 2 സംഖ്യകൾ കൂടി ചേർന്നപ്പോൾ ശരാശരി 42ആയി. ചേർത്ത സംഖ്യകളുടെ ശരാശരി കാണുക. നമുക്കിതിൽ എണ്ണം ശരാശരി എഴുതാം. 6 സംഖ്യകൾ, അപ്പോൾ എണ്ണം 6 സംഖ്യകൾ, എണ്ണം 6 സംഖ്യകളുടെ ശരാശരി 41. 2 സംഖ്യകൾ കൂടി ചേർത്തപ്പോൾ 6 സംഖ്യകളായിരുന്നു. 2 സംഖ്യ കൂടി ചേർത്താൽ എത്രയും എണ്ണം 8ആയി. 6 × 8. അപ്പോൾ ശരാശരി എത്രയായി? 2 സംഖ്യകൾ കൂടി ചേർത്തപ്പോൾ ശരാശരി 42ആയി. എന്താ കാണേണ്ടത്? ഈ 2 സംഖ്യകൾ ചേർത്തില്ലേ, ആ 2 സംഖ്യകളുടെ ശരാശരി കാണണം. ചേർത്ത സംഖ്യകളുടെ ശരാശരി. നമുക്കതിൽ ശരാശരി കാണാനുള്ള സൂത്രവാക്യം എന്താ? ശരാശരി സമം തുക ബൈ എണ്ണം. ശരാശരി സമം തുക ബൈ എണ്ണം. അപ്പോൾ തുക കാണാൻ എന്താ ചെയ്യുക? ബൈ എൻ എടുക്കുമ്പോൾ ഇൻറ്റു എൻ ആവും. തുക കാണാൻ ബൈ എൻ എടുക്കുമ്പോൾ ഇൻറ്റു എൻ. അതായത് തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം. തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം. അപ്പോൾ ഇവിടെ 8 സംഖ്യകളുടെ ശരാശരി 42. 8 സംഖ്യകളുടെ ശരാശരി 42. അപ്പോൾ 8 സംഖ്യകളുടെ തുക എന്താ? ശരാശരി ഇൻറ്റു എണ്ണം. അപ്പോൾ എന്താ വരിക? ശരാശരി ഇൻറ്റു 42 ഇൻറ്റു 8. 8 ഇൻറ്റു 42. അതുപോലെ 6 സംഖ്യകളുടെ ശരാശരി 41. 6 സംഖ്യകളുടെ ശരാശരി 41. 6 സംഖ്യകളുടെ തുക 6 ഇൻറ്റു 41. ഇത് 8 സംഖ്യകളുടെ തുക, ഇത് 6 സംഖ്യകളുടെ തുക. ഇതെന്ത് കുറച്ച് എന്ത് കിട്ടും? ആ 2 സംഖ്യകളുടെ തുക കിട്ടും. ഇത് 8 സംഖ്യകളുടെ തുക, അതിലത്തെ 6 സംഖ്യകളുടെ തുക. അപ്പോൾ ഇതെന്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ മാറ്റിപ്പോയ 2 സംഖ്യകളില്ലേ, ആ 2 സംഖ്യകളുടെ തുക കിട്ടും. പിന്നെ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താ? 2 സംഖ്യകളുടെ തുക കിട്ടും. നമുക്ക് എന്താ കാണുക? ആ സംഖ്യകളുടെ ശരാശരി. എങ്ങനെ ശരാശരി കാണുക? തുക ബൈ എണ്ണം. എത്ര എണ്ണാണ്? 2 എണ്ണല്ലേ? ബൈ 2 ഗുണിക്കുക. 2 × 16, 4 32, 33. 333 കുറയ്ക്കണം. ഇത് ഗുണിക്കുമ്പോൾ 6, 6 4 24. കുറയ്ക്കുമ്പോൾ 0, 9 4 13. 90 ബൈ 2. ഉത്തരം 45.